തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 168 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു ക്രിയാപദമാണ് ഗ്രീക്കിൽ എംഫുസാവോ. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ അത് കാണുന്നുള്ളൂ. എംഫുസാവോ. രസകരമായ ശ്രദ്ധേയമായ ഒരു കാര്യം, എൻ എന്ന് വെച്ചാൽ പ്രിപ്പോസിഷനാണ്. ഇൻ എന്നർത്ഥം. ഫുസാവോ ടു ബ്ലോ, ഊതുക. അപ്പോൾ ആരിലേക്കെങ്കിലും ഊതുക, ഇതാണ് എൻ ഫുസാവോ. ഇവിടെ ഈശോ അപ്പസ്തോലന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അഥവാ നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ അനുസ്മരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ, അത് രസകരമാണ്. നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ, നിങ്ങൾക്കറിയാമല്ലോ സംഭവം ഏതാണെന്നറിയാം, സെറഫ്തായിലെ വിധവയ്ക്ക് ആകെയുണ്ടായിരുന്ന ഒരു മകൻ. ആ വിധവയിൽ നിന്നാണ് ഏലിയ അപ്പം വാങ്ങി ഭക്ഷിച്ചത്. ആ വിധവയ്ക്കാണ് കലത്തിൽ മാവ് തീർന്നു പോകാതിരുന്നത്, കുടത്തിൽ എണ്ണ വറ്റിപ്പോകാതിരുന്നത്. അപ്പോൾ ഈ വിധവയുടെ പുത്രൻ മരിക്കുകയാണ്. അപ്പോൾ വിധവ പ്രവാചകനെ വിളിച്ച് കരയുന്നു, എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക്? രസകരമാണ്. പ്രവാചകൻ എന്താണ് ചെയ്തത്? മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രവാചകൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കിടന്നു എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത്. അത് ഹീബ്രുവിലെ മദാദ് എന്ന ആ ക്രിയാപദത്തെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. മദദ് എന്ന് വെച്ചാൽ ടു മെഷർ എന്നാണ്, അളക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ത് എന്ന് കൃത്യമായി കണ്ടെത്താൻ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് എല്ലാം സ്ട്രെച്ച്ഡ് എന്നാണ്, കുട്ടിയുടെ മേൽ സ്ട്രെച്ച് ചെയ്തു എന്നാണ്. പക്ഷേ ഗ്രീക്ക് പരിഭാഷയിൽ, അതായത് സെപ്ത്വജിന്തിൽ കൊടുത്തിരിക്കുന്ന ക്രിയാപദം എൻഫുസാസൻ എന്നതാണ്, എൻഫുസാവോ എന്നത് തന്നെ. അപ്പോൾ 3 പ്രാവശ്യം. അപ്പോൾ എന്താ സംഭവം? ഗ്രീക്ക് ടെക്സ്റ്റ് അനുസരിച്ച് ഏലിയ പ്രവാചകൻ കുട്ടിയിലേക്ക് 3 പ്രാവശ്യം ഊതി എന്നാണ്. അങ്ങനെ ഈ കുട്ടി ജീവൻ പ്രാപിച്ച് വരികയാണ്. അപ്പോൾ ഈശോയുടെ ഈ നിശ്വസിക്കുന്ന ആ പ്രയോഗം സപ്തതിയിലെ ഈ ഒരു പ്രവാചക പ്രവൃത്തിയുമായി വളരെ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് ദൈവം എന്താ ചെയ്തത്? അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി എന്നാണ്. ഇതിൻ്റെ ഗ്രീക്ക് പ്രയോഗവും ഗ്രീക്ക് സപ്തതിയിൽ കൊടുത്തിരിക്കുന്ന ക്രിയാപദവും എൻഫുസാവോ എന്നത് തന്നെയാണ്. ഇത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൂചന അവിടെ കാണാം.
ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 11-ാം വാക്യം നോക്കുക. തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. ആരെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യനെക്കുറിച്ചാണ്. വിഗ്രഹാരാധകരായി തീർന്ന മനുഷ്യർ തങ്ങളിലേക്ക് ജീവൻ പ്രവേശിപ്പിച്ച, അവിടെയും ഗ്രീക്കാണല്ലോ, നിങ്ങൾക്കറിയാം. ജ്ഞാന ഗ്രന്ഥം ഗ്രീക്കിൽ മാത്രമേ ഉള്ളൂ, സപ്തതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീബ്രുവിലില്ല. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് എംഫുസാവോ എന്ന ക്രിയാപദമാണ്. ഇനി നമുക്കെല്ലാം പ്രിയങ്കരമായ ഒരു പഴയ നിയമ പ്രവാചകനാണ് എസക്കിയേൽ പ്രവാചകനിൽ 37-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലും നമ്മൾ ഇതേ ക്രിയാപദം കാണുന്നുണ്ട്. എന്താണ്? ജീവശ്വാസമേ, 4 വായുക്കളിൽ നിന്നും, അതായത് 4 ദിക്കുകളിൽ നിന്നും ഈ നിഹിതന്മാരിലേക്ക്, ഈ മരിച്ചവരിലേക്ക് പ്രവേശിക്കുക, ഊതുക, വീശുക. അവിടെ എൻഫുസാവോ എന്നുള്ള അതേ ക്രിയാപദമാണ് അവിടെ കാണുന്നത്. സത്യത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിലെ ഈശോയുടെ ഈ ഊതൽ, ഈ നിശ്വസിക്കൽ പഴയ നിയമത്തിലെ ഈ സൂചനകളെയെല്ലാം ഭംഗിയായി, പ്രത്യേകിച്ച് ആ ഗ്രീക്ക് ക്രിയാപദം ഉപയോഗിച്ച് തന്നെ ഭംഗിയായി അത് പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേസമയം പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരെല്ലാവരുടെയും മേൽ വന്നു നിറഞ്ഞു. പിംപ്ലേമി എന്നുള്ളതാണ്, ടു ഫിൽ എന്നുള്ളതാണ്. അവിടെ എംഫുസാവോ കാണുന്നില്ല, പക്ഷേ ആശയം ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാരണം കാറ്റടിക്കുന്നത് പോലുള്ള കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള സ്വരമുണ്ടായി എന്നാണ്. അപ്പോൾ കാറ്റ് വീശലാണ്, ഊതൽ തന്നെയാണ് അവിടെ. അപ്പോൾ നോക്കുക, പെന്തക്കോസ്ത അനുഭവത്തെ യോഹന്നാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്ന യോഹന്നാൻ 20:22 എൻഫുസാവോ ക്രിയാപദം. ഇനി അവസാനമായി നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അതായത് ഗ്രീക്ക് ക്ലാസിക്സ് ഉണ്ടല്ലോ, വിശ്വപ്രസിദ്ധമായ ഗ്രീക്ക് സാഹിത്യകൃതികൾ, അതിൽ ഈ ക്രിയാപദം ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻഫുസാവോ എന്ന ക്രിയാപദം ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫ്ലൂട്ട് വായിക്കാൻ. ഫ്ലൂട്ട് വായനയുണ്ടല്ലോ, അപ്പം നമ്മൾ ഓടക്കുഴലിലേക്ക് കാറ്റൂതുകയാണ്. എത്ര സുന്ദരമായ ഇമേജറിയാണത്. നോക്കൂ, അപ്പസ്തോലന്മാരിലേക്ക്, നമ്മിലെല്ലാവരിലേക്കും, സഭാംഗങ്ങളിലേക്കെല്ലാം ദൈവം തൻ്റെ ജീവശ്വാസത്തെ ഊതിക്കൊണ്ട് സുന്ദരമായ സ്നേഹത്തിൻ്റെ സപ്തധ്വനികൾ ഉണർത്തുന്നവരായി നമ്മെ മാറ്റുന്നു. എൻഫുസാവോ, എത്ര സുന്ദരമാണ്. ഗ്രീക്ക് ക്ലാസിക്സിലെ ഈ ഒരു കൽപ്പന നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്. അതിൻ്റെ പാസീവ് ഫോം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാവോ? അത് ഊതി വീർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ ഉദാഹരണത്തിന് ഒരു ബലൂൺ ഒട്ടിക്കിടക്കുകയാണ്. ഇങ്ങനെയാണ് ബലൂൺ, ജീവനില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ ബലൂൺ അത് എൻഫുസാവോ എന്നുള്ളതിൻ്റെ പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ അത് ഊതി വീർപ്പിക്കപ്പെടുകയാണ്. നോക്കൂ, അപ്പസ്തോലന്മാരും ഏതാണ്ട് അതുപോലെയായിരുന്നു, കാറ്റില്ലാത്ത ബലൂൺ പോലെ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അവരിലേക്ക് ഊതിയപ്പോൾ അവർ വീർത്തു വന്നു. അവരുടെ പ്രഘോഷണം ശക്തിപ്പെട്ടു. ജെറൂസലേമിൽ പ്രഘോഷണം. പിന്നെ പീഡനങ്ങളുണ്ടായപ്പോൾ യൂദയായിലേക്ക്, സമരിയായിലേക്ക് ഓടിപ്പോയി പ്രഘോഷണം. പിന്നെയോ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പ്രഘോഷണം. ആത്മാവ് ഊതി വീർപ്പിച്ച അനുഭവം. അപ്പോൾ അതും ഗ്രീക്ക് ക്ലാസിക്സുകളിൽ കാണുന്ന പ്രയോഗമാണത്. നമ്മുടെ പശ്ചാത്തലത്തിൽ അതിനെ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ വളരെ സുന്ദരമാണ്. പ്രിയപ്പെട്ടവരെ, എൻഫുസാവോ ക്രിയ അത് നമുക്ക് തരുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ സ്വീകരിക്കാം, പഠിക്കാം. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം.
തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം